പടർത്തുന്ന ശാരീരിക പ്രശ്നങ്ങളിൽ അധികം ചർച്ച ചെയ്യാത്ത എന്നാൽ വളരെ സുപ്രധാനപ്പെട്ട മേഖലയാണ് ചർമ്മരോഗങ്ങൾ. കോവിഡ് മൂലമുണ്ടാകുന്ന ചർമ്മരോഗത്തെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചും അതേപോലെ കോവിഡ് കാലത്തെ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന വൗ ഫാക്ടർ മെഡി കോസ്മെറ്റിക് സ്കിൻ ആൻഡ് ലേസർ സെന്ററിലെ കൺസൾട്ടന്റ് എസ്തെറ്റിക് ഫിസിഷ്യനും ലേസർ സർജനുമായ ഡോക്ടർ ആശ ബിജു ആണ്. സ്വാഗതം ഡോക്ടർ. പ്രേക്ഷകർക്കും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം. അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിച്ചുകൊള്ളട്ടെ, ഈ കോവിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർമ്മ രോഗങ്ങൾ ഉണ്ടാകുമോ? എന്തെല്ലാമാണ് അത്തരത്തിലുള്ള രോഗങ്ങൾ? യൂഷ്വലി കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള റാഷസ് കോമൺ ആയിട്ട് കാണാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാഷസ് ഉണ്ടാകും. ഫ്രം ചെറിയ ബംസ് തൊട്ട് ലൈക്ക് അലർജി പോലത്തെ വലിയ മീൻസ് ഇറിറ്റേഷൻസ് കാണാറുണ്ട്. മീൻസ് മേ ബി ലൈക്ക് മീസിൽസ് ഇതിലൊക്കെ വരുന്ന പോലത്തെ റാഷസ് വരാം. ഓർ ഈവൻ അലർജിക് ആയിട്ടുള്ള മേ ബി ബിഗ് പാച്ചസ് അല്ലെങ്കിൽ ചെറിയ ഏരിയസിലുള്ള വരാം. ലേസ് ലൈക്ക് പാറ്റേൺ ഉണ്ടാകും. ചെറിയ ബ്ലഡ് വെസൽസ് ബ്ലോക്ക്ഡ് ആകുമ്പോൾ ദെൻ കണ്ണിൻ്റെ വൈറ്റ് പോർഷൻ റെഡ് ആകാം. ആൻഡ് മേ ബി ഈവൻ ഇന്ത്യയിൽ കോമൺലി കാണാത്ത ലൈക്ക് ചിൽ ബ്ലെയിൻസ് എന്ന് പറഞ്ഞ ഇതുപോലും ലൈക്ക് പേർപ്പിളിഷ് ഡിസ്കളറേഷൻ മെയിൻലി ഓൺ ടോസ് ആൻഡ് ഫിംഗേഴ്സ് അതും വരാറുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് കോമൺ ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്തരം തൊലിപ്പുറത്തൊക്കെ ചുവന്ന കുരുക്കൾ അല്ലെങ്കിൽ ചുവന്ന പാടുകളൊക്കെ പല കോവിഡ് രോഗികളിലും കാണാറുണ്ട്. കോവിഡ് ആനന്തര സ്ഥിതികളിലും ഇത്തരത്തിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാണപ്പെടുമ്പോൾ തന്നെ ഒരു ചർമ്മരോഗ വിദഗ്ധൻ്റെ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണോ? യൂഷ്വലി ഇറ്റ് ഈസ് റിലേറ്റഡ് സെൽഫ് ലിമിറ്റിംഗ് ആണ്. ദാറ്റ് മീൻസ് ബൈ ഒരു 2 to 12 days യൂഷ്വലി വിതിൻ എ വീക്ക് അത് സബ്സൈഡ് ചെയ്യും. ബട്ട് അത് കഴിഞ്ഞിട്ടും ഇഫ് ഇറ്റ് ഈസ് നോട്ട് സബ്സൈഡിങ് മേ ബി യു ഹാവ് ടു മീറ്റ് എ ഡോക്ടർ. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ വേഴ്സ് ആകുന്നുണ്ടെങ്കിലും ഡോക്ടർ മീറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ മറ്റെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ നമ്മുടെ ത്വക്കിൻ്റെ പുറത്തൊക്കെ ഇത്തരത്തിലുള്ള പാടുകളോ അലർജിയോ ഒക്കെ കാണാം. പക്ഷെ അത്തരത്തിലുള്ള പാടുകളെയും ഈ കോവിഡ് മൂലം ഉണ്ടാകുന്ന ഇത്തരം റാഷസിനെയും ഒക്കെ എങ്ങനെ വേർതിരിച്ച് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും? ഇഫ് കോവിഡ് പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഈ റാഷസോ വോട്ടെവർ വരികയാണെങ്കിൽ പ്രോബബ്ലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കോവിഡ്. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ചെന്നിത്തലയിൽ നിന്നും തോമസ് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. സാറേ, എനിക്ക് മെയ് 2-ാം തീയതി കേൾക്കുന്നുണ്ടോ? യെസ്. മെയ് 2-ാം തീയതി കോവിഡ് വന്നിട്ട് മെയ് 17 എന്റെ ഭാര്യയ്ക്കും വന്നു. ഭാര്യ ഒരു വാക്സിൻ എടുത്തതായിരുന്നു. അപ്പൊ ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ മെയ് 18-ാം തീയതി നെഗറ്റീവായി. അതിന് കഴിഞ്ഞ ശേഷം മെയ് 24-ാം തീയതി എനിക്ക് പിന്നെ എന്റെ ഹാർട്ടിന്റെ താഴെ മെയിൻ രക്തക്കുഴലേന്ന് ബ്ലഡ് കട്ട പിടിച്ചുപോയി. അവിടുന്ന് തിരുവനന്തപുരത്തുള്ള ഡോക്ടർ പിന്നെ മോഹൻദാസ് സാറിനെ വിളിച്ചു. പുള്ളി ഞാൻ പരിചയമുണ്ട്. പുള്ളി ഉടനെ മെഡിക്കൽ കോളേജ് എല്ലാം പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഇതാ അവിടെ 14 ദിവസം കിടന്ന് മരണത്തെ അതിജീവിച്ച്. അത് കഴിഞ്ഞപ്പോ എനിക്ക് നടക്കാൻ നോക്കത്തില്ല. എന്റെ ഈ നടുഭാഗത്ത് ഭയങ്കര ചൊറിച്ചിൽ വന്നിട്ട് തൊലിപ്പുറം എല്ലാം ചൊറിഞ്ഞില്ല. നമ്മുടെ കുരുകുരാന്ന് കൂട്ടി കൈയെടുക്കാൻ വയ്യാത്ത ചൊറിച്ചിലാണ്. അതിന്റെ ഭാഗമാണോ? ഇപ്പൊ എനിക്ക് കോവിഡ് വന്നിട്ട് എനിക്ക് നടക്കത്തൊന്നുമില്ല. ഞാൻ വാക്കറയിലാണ് നടക്കുന്നത്. കാരണം ഈ വൈകിട്ട് 5 മണിക്ക് കഴിക്കുന്ന ഗുളിയുണ്ട്. പേരെന്തോ ഏണ്ട ഒരു ഗുളിയ. അത് 7 ഗ്രാം വരുന്നത് ഇപ്പൊ 4 ആക്കി തന്നാൽ കാല് എന്റെ ആദ്യം കീപ്പോട്ട് ഭയങ്കര നീറ്റെ കിടക്കുക. അത് കഴിയുമ്പോൾ എനിക്ക് ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലെന്ന് വെച്ചാൽ എന്റെ സാറെ ഭയങ്കര ചൊറിച്ചില്. രണ്ട് ഭാഗവും ചൊറിഞ്ഞിട്ടില്ല. അങ്ങ് പറയാൻ വേണ്ടി കൈയെടുക്കാൻ വേണ്ടി ചൊറിച്ചിലായിരിക്കും. അത് ഇതിന്റെ ഭാഗമാണോ? യൂഷ്വലി കോവിഡ് റിലേറ്റഡ് ആണെങ്കിൽ മേ ബി ഒരു വിതിൻ 1 week or maybe even up to 10 to 12 days ഇതൊക്കെ മാറും. ബട്ട് മോർ ദാൻ ആ ടൈം ഉണ്ടെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ടു കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ടേക്ക് ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ മീറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ സജസ്റ്റ് ചെയ്താൽ ഓക്കെ. അപ്പൊ ദെൻ ഡോക്ടർ പറയുന്ന പോലെ ജസ്റ്റ് ഞാൻ അതിനോട് ഊനം പറഞ്ഞ സാറ് ചൊറിച്ചിലിനുള്ള ഗുളിക തന്നു. പക്ഷെ ആ ഗുളിക കഴിച്ചിട്ട് എനിക്ക് കുറയുന്നില്ലെന്നുള്ളതാണ്. ഐ തിങ്ക് ദെൻ നാളെ റിവ്യൂ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു മീറ്റ് ഡോക്ടർ ആൻഡ് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് മെഡിസിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ.
വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത് മറ്റ് ചർമ്മരോഗങ്ങളെയും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം റാഷസുകളെയും എങ്ങനെ തമ്മിൽ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിലേക്ക് തന്നെ തിരികെ എത്താം. ഓക്കെ, യൂഷ്വലി ആഫ്റ്റർ യു ടെസ്റ്റ് പോസിറ്റീവ് വരുന്ന എന്തെങ്കിലും റാഷസ് മേ ബി ബിക്കോസ് ഓഫ് കോവിഡ് റിലേറ്റഡ് ആണെങ്കിൽ ആസ് വി സെഡ് ഏർലിയർ യൂഷ്വലി വിതിൻ എ വീക്ക് ഓർ മേ ബി 10 to 12 ഡേയ്സിൽ അത് സബ്സൈഡ് ചെയ്യും. എക്സിസ്റ്റിംഗ് ഇത് വേഴ്സ് ആകാനും ചാൻസ് ഉണ്ട്. സോ ഈവൻ ആഫ്റ്റർ ഈ പീരിയഡ് ഓഫ് ടൈം അത് കുറഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു മീറ്റ് യുവർ ഡോക്ടർ ആൻഡ് ടേക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ കോവിഡ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ സ്കിന്നിനെ ഇത്തരത്തിൽ അസുഖം വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ? യൂഷ്വലി ഇറ്റ് ഇസ് ഡ്യൂ ടു സം മറ്റേ ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ട് വരുന്നത് ആകാം. ആൻഡ് ഓൾസോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും വരാം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കോവിഡ് റിലേറ്റഡ് ആയിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ്. ദെൻ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നതും വൺ റീസൺ ഫോർ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ മെയിൻലി the healthcare workers long time ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്നും നദീറ. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. യെസ്, ഹലോ ഡോക്ടർ. യെസ്, നമസ്കാരം. നമസ്കാരം. ഹലോ. യെസ്, പറഞ്ഞാൽ മേഡം, ഈ നമുക്ക് ഷട്ടിയെല്ലാം ഇടുന്ന സമയത്ത് അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ചൊറിച്ചിലും അല്ല ഇപ്പൊ ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ഹലോ, വൺ മോർ ടൈം റിപ്പീറ്റ് ചെയ്യോ? ഹലോ. യെസ്, പറഞ്ഞാൽ മതി. പിന്നെ ശരീരത്തിന് നമ്മള് ഈ ബ്രേസറിന്റെ ഷഡിന്റെ ഒക്കെ ആയിട്ടൊരു അലർജി കാണുന്നുണ്ട്. ഓക്കെ, എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല മേഡം. നമ്മള് എനിക്ക് കാലിൽ 2 അഴകിലും പിന്നെ നമ്മള് വിസർജന സ്ഥലത്തും അത് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചില്. എന്താന്നൊരു ഡോക്ടറിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്കിന്നിന്റെ തന്നെ അലർജി മരുന്ന് തന്നിപ്പോ ഷുഗറും ഉണ്ട് എനിക്ക്. അതെങ്ങനെയാണോ മേഡം? ഷുഗർ കൺട്രോൾഡ് ആണ്? ഷുഗർ ഇപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിലും ഇത് വേഴ്സ് ആകാം. സോ ഐ തിങ്ക് ബെറ്റർ ടു കൺസൾട്ട് ഡോക്ടറെ മീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് മെഡിസിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ആൻഡ് ഷുഗർ കൺട്രോൾഡ് ആയിരിക്കും. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ PPE കിറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും അല്ലാതെ നമ്മൾ പൊതുജനങ്ങൾ സാധാരണയുള്ള ആൾക്കാർ മാസ്ക് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും പല വിധത്തിലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേക്കുറിച്ചാണ്. അതിലേക്ക് തന്നെ തിരികെ എത്താം. ഓക്കെ, യൂഷ്വലി ഈ ലോങ് ഡ്യൂറേഷൻ യൂസ് ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് ഫോർ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. മേ ബി ഡ്യൂ ടു കോണ്ടാക്ട് അല്ലെങ്കിൽ ഈവൻ പ്രഷർ റിലേറ്റഡ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗോഗിൾസ്, ഫേസ് വൈസർ, മാസ്ക്, അതിൻ്റെ ഇറിറ്റേഷൻ ഓർ ഈവൻ ഡ്യൂ ടു പ്രഷർ ലൈക്ക് അലർജീസ് ഉണ്ടാകും. ആൻഡ് സ്വെറ്റിംഗ്, എക്സസ് സ്വെറ്റിംഗ്, ഈ മോയ്സ്ചർ കളക്ട് ചെയ്യുമ്പോൾ വൈൽ വി ആർ ടോക്കിംഗ്, അതൊക്കെ it can lead to skin related issues. Then gloves use ചെയ്യുമ്പോൾ ലോങ് ടൈം നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോഴും ബിക്കോസ് ഓഫ് സ്വെറ്റ് ആൻഡ് മോയ്സ്ചർ കളക്ട് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ, സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഈ PPE കിറ്റ് അല്ലെങ്കിൽ മാസ്ക്, ഗ്ലൗസ് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? മാക്സിമം to reduce time, use ചെയ്യുന്ന ടൈം you have to reduce. Then like കൈ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ലൈക്ക് ആഫ്റ്റർ യൂസിങ് സാനിറ്റൈസർ, ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുമ്പം സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. സോ ആഫ്റ്റർ വാഷിംഗ് അപ്ലൈ എ മോയ്സ്ചറൈസർ ആൻഡ് ദെൻ യൂസ് യുവർ ഗ്ലൗസ്. ഈവൻ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ ഒരു every 3-4 hours മാസ്ക് റിമൂവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 15 minutes break you have to take in some place where there is nobody else. And then even see PPE കിറ്റിൽ ആയിരിക്കുമ്പോൾ യൂഷ്വലി വാട്ടർ ഇൻടേക്ക് വിൽ ബി റെസ്ട്രിക്റ്റഡ്. സോ ഡ്രൈ ആവും, ഡ്രൈനെസ് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഓൾസോ വിൽ ബി ദെയർ. സോ അഡിക്വേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, സൂട്ടബിൾ മോയ്സ്ചറൈസർ യു ഹാവ് ടു യൂസ്. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുകയാണ് വിതുരയിൽ നിന്നും സുമി. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ.
ഡോക്ടർ ഇടയ്ക്ക് വെച്ച് പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിക്കായിരുന്നു. ഓക്കെ. അന്നേരം അന്ന് ടെസ്റ്റ് ചെയ്തില്ല. പിന്നെ കോവിഡ് ആണോ വന്നേന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് വെച്ച് നെഞ്ചുവേദന വന്ന് അതിന് മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ കയ്യിൽ തൊലി ഇളകുമായിരുന്നു. കയ്യിലും ദേഹത്തും എല്ലാം ചൊറിച്ചിലുണ്ട്. ഓക്കെ. ഡോക്ടർ കാണിച്ചായിരുന്നു? ആ ഡോക്ടറെ കാണിച്ചു. പക്ഷെ 10 ദിവസത്തേക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അലർജിയുടെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അലർജിയുടെ ടെസ്റ്റിൽ അത് അലർജി കൂടുതലായിരുന്നു. ഓക്കെ. അപ്പോൾ മേ ബി ആ പ്രോഡക്റ്റിൻ്റെ അലർജി ആയിരിക്കും. അത് അവോയ്ഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ഗെറ്റ് ബെറ്റർ. മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇറിറ്റേഷൻ ബെറ്റർ ആവും. ഓക്കെ. അത് കുറയുന്നില്ല, ഗുളിക കഴിച്ചിട്ടും കുറയുന്നില്ലായിരുന്നു. അപ്പോൾ മേ ബി ആ ഇറിറ്റേഷൻ ഉണ്ടാക്കിയ സാധനം മേ ബി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ. ഓക്കെ. വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. അപ്പോൾ ഇത്തരത്തിൽ ഈ മാസ്കും മറ്റ് PPE കിറ്റുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ചർമ്മരോഗങ്ങൾ പെർമനൻ്റായിട്ട് ഇനി ചില ആളുകളിലെങ്കിലും എക്കാലവും ഉണ്ടാകുമോ, അതോ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണോ? യൂഷ്വലി ഇറ്റ് ഇസ് സെൽഫ് ലിമിറ്റിംഗ് ആണ്. ആഫ്റ്റർ കുറേ ഡേയ്സ് കഴിയുമ്പോൾ മേ ബി അറൗണ്ട് 10 days ആകുമ്പം അതെല്ലാം ഓക്കെ ആവും. ബട്ട് ഓഫ് കോഴ്സ് തിങ്സ് ലൈക്ക് മാസ്ക്, ഗ്ലൗസ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. മാസ്ക് യൂസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ലൈക്ക് വി സെഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ആൻഡ് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ചെയ്യണം. എവറി 3-4 hours മാസ്ക് ഫ്രീ, അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 minutes യു ഷുഡ് ബി മാസ്ക് ഫ്രീ. നേരത്തെ വിളിച്ച ഒരു പ്രേക്ഷകൻ ചോദിച്ച പോലെ തന്നെ ഈ കോവിഡ് വന്നവർക്ക് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഇത്തരത്തിൽ ചർമ്മരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് പ്രതിവിധി? ദാറ്റ് മീൻസ് കോവിഡിന് എടുക്കുന്ന മെഡിസിൻസിൻ്റെ ഇറിറ്റേഷനോ ഇസ് ഇറ്റ്? അങ്ങനെയാണോ? ഓക്കെ. അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ദാറ്റ് ഇസ് ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ കോവിഡായിട്ട് റിലേറ്റഡ് ആയിട്ട് എനി ഇമ്മ്യൂൺ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഉള്ള സ്കിൻ റാഷസ് ആൻഡ് ഓൾ ദാറ്റ് വിൽ ബി ദെയർ. ബട്ട് മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് ആർ ഡിഫറെൻറ്റ്. മെഡിസിൻ കൊണ്ടുണ്ടാകാം, ബട്ട് അത് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്, നോട്ട് കോവിഡ് റിലേറ്റഡ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. കണ്ണൂരിൽ നിന്നും രാജേഷ് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ഡോക്ടറാ? യെസ്. എന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ വിളിക്കാൻ കണ്ണൂരിൽ. പിന്നെ ഞാൻ കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ എടുത്തായിരുന്നു ഏപ്രിൽ 25. അപ്പോ അതിനുശേഷം എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് മുട്ടിന്, കാൽമുട്ടിന് ഒരു വീക്കം വന്നായിരുന്നു. ഓക്കെ. സോ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം അല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ 25-ാം തീയതി ഇങ്ങനെ വാക്സിൻ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മരുന്നുകൾ തന്നായിരുന്നു. ആ മരുന്ന് കുടിച്ചിട്ടൊന്നും ഇത് വീക്കം അങ്ങനെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഐ തിങ്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ ഒരു ഇന്ന് കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടറെ മീറ്റ് ചെയ്യുക. കോവിഡ് ഇറ്റ് സെൽഫ് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാക്കാം. സോ മേ ബി യു ഷുഡ് മീറ്റ് ദ കൺസേൺഡ് ഡോക്ടർ. ഓക്കെ. ഡോക്ടർ, ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട വാക്സിൻ എടുക്കുന്നതിൽ പലർക്കും അലർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചർമ്മരോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? അതേപോലെ തന്നെ ഈ ത്വക്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അലർജികൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പലരും വാക്സിൻ എടുക്കരുത് എന്നും പറയാറുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇനി എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അലർജി ഉണ്ടാകും. ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ആർ പ്രോൺ ടു ഗെറ്റ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എടുക്കണ്ടെന്നല്ല, ബട്ട് ഇഫ് യു have any problem due to that you will have to treat it accordingly. Vaccine anyway എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചർമ്മരോഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അലർജികൾ ത്വക്കിൽ കാണുന്നവർക്ക് വാക്സിൻ എടുക്കാൻ കഴിയും? അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ഇഫ് മേ ബി സർട്ടൻ വാക്സിൻസ് എടുക്കുമ്പം അലർജി ഉള്ളവർക്ക് അലർജി ഉണ്ടാകും ബിക്കോസ് ഓഫ് വാക്സിൻ. അങ്ങനെ ഉള്ളവർക്ക് പ്രോബബ്ലി ഇറ്റ് ഈസ് നോട്ട്, അത് അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും നേരത്തെ, ബിക്കോസ് പണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അലർജി ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ പ്രോബബ്ലി യു കനോട്ട്, ബട്ട് യു ക്യാൻ കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ദേ വിൽ ഡിസൈഡ് വെദർ ടു ടേക്ക് ഓർ. അതേപോലെ തന്നെ ഡോക്ടർ, ഈ കോവിഡ് കഴിഞ്ഞവരിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചർമ്മരോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ സ്ട്രെസ് ഹാസ് ടു ബി റിഡ്യൂസ്ഡ്. ദെൻ പ്രോപ്പർ ഡയറ്റ് എടുക്കുക. നമുക്ക് ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുമ്പോൾ ഹോപ്പ്ഫുള്ളി ബാക്കിയെല്ലാം കൺട്രോൾ ആവും.
അപ്പോൾ ഈ ധാരാളമായി വെള്ളം കുടിച്ചാൽ സ്കിന്നിൻ്റെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ നിലനിർത്താം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒന്ന് പറയാം. ഡ്രൈനെസ് മേ ബി ബെറ്റർ ആവും, മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഉണ്ടാവും. ഓഫ് കോഴ്സ് യു ഹാവ് ടു ടേക്ക് ഈ അഡിക്വേറ്റ് വാട്ടർ. മുഖത്ത് വരുന്ന പിമ്പിൾസ് അത്തരത്തിലുള്ള റാഷസ് ഒക്കെ ഒരുപാട് വെള്ളം കുടിച്ചത് കൊണ്ട് മാറുമോ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ മാറൂല, ബട്ട് ഓഫ് കോഴ്സ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എനി മോയ്സ്ചർ റിലേറ്റഡ് ഇഷ്യൂസ്, എനിവേ ഡെയിലി ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടല്ലോ, അത് ദാറ്റ് യു ഹാവ് ടു ടേക്ക്. ഡ്രൈനെസ് ഉണ്ടായിരുന്നു, സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ എടുക്കുക, സോ ദാറ്റ് യു ഹാവ് ഇനഫ് മോയ്സ്ചർ, ദാറ്റ് ഇസ് ഓൾ. അത് പിമ്പിൾസ് അവോയ്ഡ് ഒന്നും ചെയ്യത്തില്ല. ബട്ട് ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പാലക്കാട്ട് നിന്നും അനിൽ. അനിൽ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. യെസ്. ഹലോ മാഡം. യെസ്. ഞാൻ കോവിഡ് വന്നിട്ട് 1.5 മാസമായി എനിക്ക്. ഓക്കെ. അപ്പോൾ എനിക്ക് ജോയിന്റുകൾക്ക് വേദനയുണ്ട്. ഇപ്പൊ ഈ കാലിന്റെ വിരൽ തന്തകളിൽ കുറച്ച് ലേശമായിട്ട് മുഴയുണ്ട്. ആ മുഴയ്ക്ക് നല്ല ചൊറിച്ചിലാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്താണെന്ന് ആയുർവേദ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്, ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അതിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തായിരുന്നു സ്വെല്ലിങ്ങിൽ? ഇനി എന്തെങ്കിലും ക്രീംസ് അപ്ലൈ ചെയ്തായിരുന്നു സ്വെല്ലിങ്ങിൽ? ഇല്ല. അപ്ലൈ ചെയ്തില്ല. ഓക്കെ. ഇച്ചിങ് വരുന്ന പ്രോബബ്ലി അതിൽ അപ്ലൈ ചെയ്യുന്ന എന്തെങ്കിലും ഓയിൻമെൻറ്റോ ക്രീമിൻ്റെയോ ഇറിറ്റേഷൻ ആയിരിക്കും. ബട്ട് ജോയിൻറ്റ് പെയിനിന് ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറെ മീറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് കോവിഡ് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് പെയിൻസ് വരാറുണ്ട്, ബട്ട് യു ഹാവ് ടു മീറ്റ് ഡോക്ടർ ഹൂസ് ട്രീറ്റിംഗ് ദാറ്റ്. പിന്നെ ജോയിന്റുകൾക്കൊക്കെ വേദനയുണ്ട്, കൈ വിരലുകൾക്ക് അതിന്റെ ജോയിന്റുകളും പിന്നെ കൈയുടെ അവിടെ ജോയിന്റുകള് പല പല അരയിലെ അയ്യലിന്റെ അവിടെയൊക്കെ ജോയിന്റുകൾ വേദനയുണ്ട് നല്ല രീതിക്ക്. അതിനൊക്കെ ഡോക്ടറുടെ മരുന്ന് മേടിച്ചിട്ട് ആയുർവേദ മരുന്നിട്ട് കുഴമ്പെടുന്നുണ്ട്. കുറവുണ്ട്. പിന്നെ ഈ ചൊറിച്ചിലാണ് ഇങ്ങനെയുള്ളത്. രാവിലെ വൈകുന്നേരമാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്. രാവിലെ വൈകുന്നേരം കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ നാമം ചെല്ലാൻ വന്നിരിക്കുന്ന സമയത്ത് ഈ ഭയങ്കര ചൊറിച്ചില്. രാവിലെ അതുപോലെ തന്നെയാണ്. എഴുന്നേറ്റ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ്. ഈ വിരലിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ. മേ ബി എന്തെങ്കിലും ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇറിറ്റേഷൻ ആയിരിക്കും. സോ ഐ തിങ്ക് ക്രീം അപ്ലൈ ചെയ്യുന്നതല്ലേ പറഞ്ഞത് നേരത്തെ. സോ ഐ തിങ്ക് അത് അവോയ്ഡ് ചെയ്യുക. ഓർ മേ ബി യു ക്യാൻ ജോയിൻറ്റ് പെയിൻ ഡിഫറെൻ്റ് ആണ്. ജോയിൻറ്റ് പെയിൻ ഇസ് നോട്ട് റിലേറ്റഡ് ടു ദിസ്. ജോയിൻറ്റ് പെയിൻ ആഫ്റ്റർ കോവിഡ് ഉണ്ടാകും. അത് ഗ്രാജുവലി ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ദെൻ മേ ബി ആ ജോയിൻറ്റിൽ അപ്ലൈ ചെയ്യുന്ന ക്രീംസിൻ്റെ ഇറിറ്റേഷൻ കുഡ് കോസ് ദാറ്റ് ഇച്ചിങ്. വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. അപ്പോൾ ഈ കോവിഡ് പേഷ്യൻറ്റുകൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. കോവിഡ് സമയത്ത് ധാരാളമായി മുടി കൊഴിയുന്നു എന്നുള്ള പ്രശ്നം ഭൂരിഭാഗം പേരും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതിനെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ? ആഫ്റ്റർ എനി ഫീവർ ഓർ സ്ട്രെസ് റിലേറ്റഡ് സിറ്റുവേഷൻ ഹെയർ ലോസ് ഉണ്ടാകും. ദാറ്റ് ഇസ് നോർമലി ഷെഡ് ചെയ്യുന്ന ഹെയറിനേക്കാളും കൂടുതൽ ഹെയർസ് ഷെഡ് ചെയ്യാം. And like actually large amounts of hair shed ചെയ്യാനുള്ള chance is there, usually ഒരു 2 or 3 months after this fever. And normally അതൊരു 6 to 9 months it should get back to normal. Meantime, that is after any stress related situation it can happen. So meantime, after 6 to 9 months if it is not back to normal, maybe you should meet a doctor and take adequate treatment. But during that time, just to correct ആയിട്ടുള്ള diet, nutritious diet, then maybe you can take supplements and otherwise വേറെ ഒന്നും ഹെയർ ചെയ്യാനില്ല, unless it is related to some other issues also. But this normal hair loss after fever is normal due to stress. Stress related ആയിട്ടുള്ളതൊക്കെ you take care of and do proper nutritious diet. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, മലപ്പുറത്ത് നിന്നും സരോജ്. സരോജ്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ചെവിമേ ഭയങ്കര ചൊറിയാണ്. ചെവി മുതൽ മേറ്റ് വരെ ഭയങ്കര ചൊറിയാണ്. ആയുർവേദം കുടിക്കുന്നുണ്ട്. മനസ്സിലായില്ല. Can you repeat? ഡോക്ടർ പറഞ്ഞത് ചെവിയിൽ നിന്ന് താഴോട്ടുള്ള ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്, ആയുർവേദ മരുന്നുകൾ ഇപ്പോൾ കഴിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ. ഇച്ചിങ്ങിന് സോ മെനി റീസൺസ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ടുള്ള മേ ബി എന്തെങ്കിലും ഇറിറ്റേഷൻ കൊണ്ടായിരിക്കും, മെഡിസിൻ എടുക്കുന്നതിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും, മേ ബി സം അലർജിയോ വോട്ടെവർ. അപ്പോൾ ജസ്റ്റ് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു മീറ്റ് എ ഡോക്ടർ ആൻഡ് ദെൻ ഡിസൈഡ് വാട്ട് ഹാസ് ഗോൺ റോങ്.
വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, അതേപോലെ തന്നെ കോവിഡ് രോഗികളിൽ അല്ലെങ്കിൽ കോവിഡ് കഴിഞ്ഞവരിൽ കാണപ്പെടുന്നതാണ് ലിപ്സ്, ചുണ്ടുകൾ വളരെ ഡ്രൈ ആവുന്ന ഒരു അവസ്ഥ. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? Lip dryness mainly it is seen in those who are using that PPE kit equipment, protection equipment, long duration use ചെയ്യുന്നതാണ് usually lip dryness ഉണ്ടാകുന്നത്. Because fluid restriction is there, fluid intake restricted അല്ലേ, because once you wear it on after 5-6 hours only you can remove it. So അതുകൊണ്ട് ഡ്രൈനെസ് ഉണ്ടാകും. സോ യു വിൽ ലിക്ക് യുവർ ലിപ്പ് ലിക്ക് ചെയ്യുമ്പോൾ ലിക്ക് ചെയ്തിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാകും. So that also will cause further drying. So അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് you have to use some protective thing like even petroleum jelly use ചെയ്താലും and take the good intake of water should be there. ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്, തൃശ്ശൂരിൽ നിന്ന് ബിജു. ബിജു, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ മാഡം. യെസ്. ഹലോ. യെസ്. ഹലോ. അതെ, ഞാനേ മറ്റേ ഷേവിങ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ അത് മാഡം, അതെ കോവിഡ് ഒന്നും വന്നിട്ടില്ല എനിക്ക്. ഓക്കെ. കോവിഡ് ഒന്നും വന്നിട്ടില്ല. ഒന്ന് രണ്ട് ഭാഗത്തായിട്ട് ഒരു വെള്ള പാണ്ടുകൾ വന്നിട്ടുണ്ട്. ഓക്കെ. ബിജു, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഓക്കെ 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 മാഡം. പിന്നെ നമ്മുടെ അടിച്ചുണ്ട് ഭാഗം ഉണ്ടല്ലോ. ഓക്കെ. അതിന്റെ ഭാഗത്ത് ഇങ്ങനെ വെള്ള കളറാണ്. കാരണം ഭയങ്കര വിഷമാണ്. ഷേവ് ചെയ്തിട്ട് ഇപ്പൊ മാസ്ക് വെക്കാത്ത ടൈമിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ കളിയാക്കാണ്. ഓക്കെ. തിങ്ക് മേ ബി സം ഫംഗൽ ഇൻഫെക്ഷൻ വല്ലതും ആയിരിക്കും. അത് ഐ തിങ്ക് ഡോക്ടറെ മീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അത് സ്കിന്നിലെ ഡോക്ടറെ കാണിച്ചാൽ മതി. യെസ് യെസ്. ഓക്കെ. ഡോക്ടർ, അതേപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് ഒരുപാട് ഭീതി പരത്തിയ മറ്റ് രോഗബാധകളായിരുന്നു ഈ വൈറ്റ് ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, യെല്ലോ ഫംഗസ് ബാധകളൊക്കെ. അപ്പോൾ ഇത്തരം ഫംഗസ് ബാധകളൊക്കെ വന്നവർക്ക് ചർമ്മരോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചർമ്മരോഗങ്ങൾ വരാം? അതേക്കുറിച്ചൊന്ന് പറയാം. അത് വന്നവർക്കും ആസ് യൂഷ്വൽ വോട്ട് എവർ ബാക്കിയുള്ളവർക്ക് വരാനുള്ള ചാൻസസ് ബിക്കോസ് ഓഫ് വൈറ്റ് ഫംഗസ് ഓർ ബ്ലാക്ക് ഫംഗസ് വേറെ I mean there is no difference in other skin disorders. Okay, it can come as usual. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, ബിജു. ബിജു, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. 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 ഡോക്ടറാ? യെസ്. ഹലോ ഡോക്ടറെ, ഞാനാണ് എക്സിമ 2-3 വർഷം കൊണ്ട് എക്സിമയായിട്ട് ചികിത്സയിലാണ്. എക്സിമയുടെ. ഓക്കെ. അത് നമുക്ക് ഈ വാക്സിൻ എടുക്കുന്നോണ്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഹലോ. ഹലോ. ഇല്ല, വാക്സിൻ എടുക്കാം. ഓക്കെ ഓക്കെ. നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ തിരികെ എത്താം. ഡോക്ടർ, അതേപോലെ തന്നെ ഈ കോവിഡ് വന്ന് മാറിയവരിൽ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ നേരത്തെ തന്നെ ബ്ലഡ് ഇൻഫെക്ഷൻ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ത്വക്കിനെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുമല്ലോ. അപ്പോൾ ഈ അത്തരത്തിലുള്ളവർ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ പിന്നീട് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതേക്കുറിച്ചൊന്ന് പറയാമോ? മീൻസ് ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ. ഓൾറെഡി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യുവർ ട്രീറ്റിംഗ് ഡോക്ടർ ഹാസ് ടു ഡിസൈഡ്. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, ദെൻ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ കഴിക്കുന്ന മെഡിസിൻസ് യു ഹാവ് ടു കണ്ടിന്യൂ. സ്റ്റോപ്പ് ചെയ്യരുത് അൺലെസ് ദർ ഇസ് യു ആർ നോട്ട് അലൗഡ് ടു ടേക്ക്. ഇപ്പോൾ ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് if they tell you not to take, of course you don't take, but usually adellam long term use ചെയ്യുന്ന medicines should be okay. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, മണ്ണാർക്കാട് നിന്നും മുഹമ്മദ്. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. മാഡം നമസ്കാരം. യെസ്. ഹലോ. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. മോന് 20 വയസ്സായിട്ടുണ്ട്. ഓക്കെ. മുഖത്തൊരു കറുത്ത പാട്, കഴുത്തിലാണ് അത് ആദ്യം വന്നത്. ഓക്കെ. അത് പിന്നെ മുഖത്തേക്ക് കയറി. ഞാന് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊന്ന് കാണിച്ചു. ഓക്കെ. അപ്പൊ അവര് ലേസർ ചികിത്സ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്
കുറച്ച് ദിവസം പിന്നെ 1-2 പ്രാവശ്യം ഞാൻ പോയി. പിന്നെ ഈ കൊറോണ കാരണം, ഈ കോവിഡ് കാരണം പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ മുഖത്ത് കറുത്തൊരു പാടായിട്ട് അങ്ങനെ കിടക്കാണ്. അത് മുഖത്താണ്. അത് ചെയ്യാൻ പറ്റുക? ഡയഗ്നോസിസ് പറഞ്ഞായിരുന്നോ? ഇല്ല, ഈ ലേസർ ചികിത്സ ലേസർ ട്രീറ്റ്മെന്റ് മേ ബി ബർത്ത് മാർക്ക് ആയിരിക്കും. ബർത്ത് മാർക്കാണോ? അതെനിക്ക് മനസ്സിലായില്ല. ബർത്ത് മാർക്ക് മീൻസ് മറുകാണോ? അല്ല, മറുക് വലുതായി വരികയാണെന്ന് പറഞ്ഞത്. ഓക്കെ, അത് എനിവേ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ ബെറ്റർ ആവുള്ളൂ. ആൻഡ് റിപ്പീറ്റഡ് സെഷൻസ് ചെയ്യേണ്ടി വരും. സോ അതന്നെ ചെയ്യാൻ നല്ലത് ഈ ലേസർ ചികിത്സ നല്ലത്. വേറെ ലേസർ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ ഡോക്ടർ, സമയപരിമിതി മൂലം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. കോവിഡും ചർമ്മരോഗങ്ങളും എന്നുള്ള വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഹലോ ഡോക്ടർ. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരുന്നത് തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന വാവു ഫാക്ടർ മെഡി കോസ്മെറ്റിക് സ്കിൻ ആൻഡ് ലേസർ സെന്ററിലെ കൺസൾട്ടന്റ് എസ്തെറ്റിക് ഫിസിഷ്യനും ലേസർ സർജനുമായ ഡോക്ടർ ആശ ബിജു ആണ്. നന്ദി ഡോക്ടർ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.